അറേബ്യൻ ഡിഷായ ഫലാഫിലാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. വെള്ളക്കടല ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊരു 1.5 കപ്പുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പാഴ്സ്ലിയാണ്, അതൊരു വലിയ ബഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. മല്ലിയില പോലെ തന്നെ ഇരിക്കും, ഇതാണ് പാഴ്സ്ലി. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള, പച്ചമുളക് ഒരു 4 എണ്ണം, കുറച്ച് മല്ലിയില, ഒരു 2 അല്ലി വെളുത്തുള്ളി, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ലെമൺ ഒരു പകുതി ലെമൺ പിഴിഞ്ഞത്, ബേക്കിംഗ് പൗഡർ ഒരു 1/4 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഞാൻ ചോപ്പ് ചെയ്യുന്ന ചോപ്പറിലേക്ക് വെള്ളക്കടല ഇട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിതെല്ലാം വലിയ ചോപ്പർ ആയതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് ഞാൻ ചോപ്പ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേശ്ശെ ഇട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇത് ചെറിയ പരിപ്പോടക്ക് അരച്ചെടുക്കുന്ന പോലെ ചെറിയ തരിയോട് കൂടിയിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ. നല്ല പേസ്റ്റായിട്ട് അരഞ്ഞു പോകരുത്. അതിലേക്ക് ഞാൻ മല്ലിയിലയും പാഴ്സ്ലിയും, മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഈ പാഴ്സ്ലിയാണ്, അതിൻ്റെ ടേസ്റ്റാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ അത് നല്ലോണം യൂസ് ചെയ്യണം. എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഞാൻ ഇതിലേക്കിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഒരു തരിയായിട്ട് അരച്ചെടുക്കാം. ഞാൻ ആദ്യം ഇതൊക്കെ ഇട്ട് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിയില, പാഴ്സ്ലി, കടലൊക്കെ ഇട്ട് അരച്ചതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് ജീരകപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും ഒരു പകുതി ലെമൺ പിഴിഞ്ഞതും ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പെട്ടെന്നൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂണോളം, ഒരു 1/2 ടീസ്പൂൺ വെള്ളം, അധികം വെള്ളമാവണ്ട, ഒരു 1/4 ടീസ്പൂൺ വെള്ളം ആഡ് ചെയ്തൊന്ന് ചെറിയ തരിയോടുകൂടി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പരിപ്പോടൊക്കെ അരക്കുന്ന പോലെ ചെറിയ തരിയോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാൻ, വല്ലാതെ അരഞ്ഞു പോകരുത്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഉപ്പ് കുറവുള്ളത് കൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അധികം ആവേണ്ട, കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ മതി. അതിനുശേഷം നന്നായിട്ടൊന്ന് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് ഒരു 4 ഞാൻ എടുത്തിട്ടുള്ളൂ, 5 എണ്ണോ 6 എണ്ണോ യൂസ് ചെയ്യാം. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇതിന്ന് ഓരോ ചെറിയ ബോളാക്കി എടുത്ത് ഒന്ന് ചെറിയതായിട്ടൊന്ന് പരത്തിയിട്ട് നടുവൊന്ന് ചെറുതായി വിരൽ വെച്ചൊന്ന് അമർത്തി കൊടുക്കുക. ഇതുപോലെ ഒന്ന് അമർത്തുക. ഇതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് ഇനി റൗണ്ടാക്കി പൊരിക്കണമെങ്കിൽ റൗണ്ടാക്കി പൊരിക്കാം. പരിപ്പോടൊക്കെ എടുക്കുന്ന പോലെ, പരിപ്പോടൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെറുതാക്കി ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം നന്നായിട്ടൊന്നും കളറ് മാറും, ഉള്ളു വേവാതിരിക്കും.
അതുകൊണ്ട് നമുക്ക് നന്നായി ചൂടായതിന് ശേഷം തീ ഒന്ന് കുറച്ചിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഓയിൽ യൂസ് ചെയ്യുന്നതാവും നല്ലത്. ഇതിപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഒരു സൈഡ് കളർ മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫിലാഫിൽ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഇത് സെർവ് ചെയ്യാനായിട്ട് നമുക്കിതിന് ഉള്ള ഡിപ്പായിട്ട് യൂസ് ചെയ്യുന്നത് തഹിന പേസ്റ്റാണ്. തഹിന കൂട്ടിയിട്ടാണ് ഇത് നമ്മൾ കഴിക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തഹിന പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. തഹിന അരച്ചത് 2 ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ വെളുത്ത എള്ള് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. അതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി, അര ലെമൺ പിഴിഞ്ഞത്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ പേസ്റ്റ് യൂസ് ചെയ്യുന്നത് അതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തഹിന പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫിലാഫിലയുടെ കൂടെ നല്ലൊരു ഡിപ്പായിട്ട് യൂസ് ചെയ്യാം.